iFlow Honey Magic Oven powered by V-Guard Kitchen Appliancesലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ഒരു അതിഥി വന്നാൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടാവും. അത് പല രീതിയിലാണ്. ഇപ്പോൾ നാടൻ രീതിയിലുള്ള വിഭവങ്ങൾ കൊണ്ടുള്ളൊരു സദ്യ ആകാം, അതല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ എക്സോട്ടിക് ആയിട്ടുള്ള, അതായത് മറുനാടൻ വിഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക, ഒരു ഫീസ്റ്റ് ആകാം. എന്താണെങ്കിലും ഏറ്റവും അവസാനം ഒരു മധുരം കൊടുക്കുന്ന ഒരു പതിവില്ലേ നമ്മൾക്ക്. അപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ വരുമ്പോൾ അതിഥികളെ സ്വീകരിക്കുന്നത് ഒരു പാനീയത്തോടു കൂടിയായിരിക്കും. പിന്നെ ഈ ഭക്ഷണമെല്ലാം അവസാനിപ്പിക്കുന്ന ഒരു മധുരം ഉള്ള ഒരു വിഭവത്തോടു കൂടിയായിരിക്കും. അപ്പോൾ ഒരു മധുരതരമായ ഒരു ദിവസമായിട്ട് അത് അവസാനിക്കും. അപ്പോൾ ഈ മധുരം എന്ന് പറയുമ്പോൾ അത് നാടൻ മധുരമാകാം, അതല്ലെങ്കിൽ പരിഷ്കൃതമായ അല്ലെങ്കിൽ പാശ്ചാത്യമായ രീതിയിലുള്ള മധുര പലഹാരങ്ങളോ മധുരമുള്ള വിഭവങ്ങളോ ആകാം. അപ്പോൾ ഇതിലിപ്പോൾ മലയാളിക്ക് സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നാടൻ വിഭവങ്ങളും പായസം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു കൂടുതൽ പ്രാധാന്യം. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പം എങ്ങനെയാണ്, ഇപ്പോൾ കുറേ വ്യത്യസ്തമായ പലതരം പുഡിങ്സ്, പലതരം പേസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെല്ലാവരും തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, നമ്മുടെ ചുറ്റും കാണുന്ന മലയാളികളായ എല്ലാ വീട്ടമ്മമാരും അത്തരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് നൈപുണ്യമുള്ളവരാണ്. മാത്രമല്ല അതിനോടൊരു പ്രത്യേക താല്പര്യവുമാണ്. പുതിയ പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും എല്ലാവർക്കുമായി സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായത്? ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുഡിങ്ങാണ്. ഈ പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പുഡിങ്ങൊന്നും അല്ല, പക്ഷേ എന്നാൽ വളരെ സാധാരണമാണ്. കാര്യം നമ്മളുടെ എല്ലാം സ്വാദെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ചോക്ലേറ്റ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് കോഫി. കോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും ചായ പോലെ തന്നെ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് കോഫി. കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞാൽ കാപ്പി, ആ കോഫി ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം കൂടുതലായിട്ടും നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവേഴ്സാണ് കഴിക്കുന്നത്. പിന്നെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഒരു മോച്ച ഒരു സ്റ്റൈലിലും ഇഷ്ടമാണ്, അതായത് കോഫി പ്ലസ് ചോക്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ വ്യത്യസ്തമായൊരു പുഡിങ്ങാണ്. ഇതൊരു കോഫി പുഡിങ്ങാണ്, കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് പുഡിംഗ് എന്ന് പറയാം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടാകും, ഒരു കോഫി ഫ്ലേവറിലുള്ളൊരു പൊടി. അപ്പോൾ ഇതൊരു സൂഫ്ലേ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലേ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 3 കപ്പ്, പൊടിച്ച പഞ്ചസാര 1.25 കപ്പ്, മുട്ട 4 എണ്ണം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ, ജലറ്റിൻ 2 ടേബിൾ സ്പൂൺ, വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, ചോക്ലേറ്റ് ചിപ്സ് 1.5 കപ്പ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അലങ്കാരത്തിന് ആവശ്യമായത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് മൂസ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു പുഡിങ്ങാണ്. അതിന് വേണ്ട കാര്യം, ഇപ്പോൾ 4 മുട്ട നമ്മൾ ആദ്യമേ തന്നെ മഞ്ഞയും വെള്ളയും വേർതിരിക്കണം, രണ്ടായിട്ട് മാറ്റണം. വെള്ള വേറെ, മഞ്ഞ വേറെ. ഒരുപാട് രീതികളുണ്ട് നമുക്ക് വെള്ളയും മഞ്ഞയും വേർതിരിക്കാൻ. ഇങ്ങനെ ചെയ്യാം. ആദ്യം ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഇങ്ങനെ വൈറ്റ് ആദ്യം മാറ്റാം, എന്നിട്ട് യെല്ലോ മാറ്റാം. ഇതൊരു മെത്തേഡ്. മഞ്ഞ ഒഴിക്കുന്നു. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിട്ടിങ്ങനെ മുറിക്കുന്നു, എന്നിട്ട് രണ്ടായിട്ടിങ്ങനെ പൊട്ടിച്ചിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറ്റ് ഇങ്ങനെ അതിലേക്ക് വീഴും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്നത് വൈറ്റ് ഇതിലേക്ക് പോകും. അപ്പോൾ മഞ്ഞ മാത്രമായിട്ടും കിട്ടും. അതിങ്ങനെ ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളയും മഞ്ഞയും വേർതിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള 2 മുട്ടയും കൂടി ഇതുപോലെ ആക്കാം. അങ്ങനെ നമ്മൾ 4 മുട്ടയുടെ മഞ്ഞ ഒന്നിച്ചാക്കി ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയൊരു വെപ്പ് ഉപയോഗിച്ചിട്ട് ഇളച്ച്, എന്നിട്ട് അതിലേക്ക് 3 കപ്പ് പാൽ അളന്ന് വെച്ചിരിക്കുവാണ്. 3 കപ്പ് പാലും ചേർത്ത്. എങ്കിലും ഇങ്ങനെ ചെയ്താൽ പോലും കുറച്ച് മുട്ടയുടെ തരികളൊക്കെ ഉണ്ടാകും, ചെറുതായിട്ടെങ്കിലും. അതൊരു പോസിബിലിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാണണം. മുട്ടയുടെ ചെറിയ തരി ഉള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളൊരു കസ്റ്റേർഡായിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കാൻ പോവാണ്. അതിന് മുന്നേ തന്നെ എന്തെങ്കിലും മുട്ടയുടെ ചെറിയ തരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മളൊരു അരിപ്പയിലൂടെ ഈ കൂട്ടൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ചെറിയ മുട്ടയുടെ പീസസ് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡി. അപ്പോൾ നമ്മളുടെ മുട്ടയും 3 കപ്പ് പാലും
4 മുട്ടയുടെ മഞ്ഞയും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു പടി. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇത് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര 1.25 കപ്പ്. അതൊരു പാത്രത്തിൽ, കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അതായത് ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ഡിക്കോഷൻ അല്ല, ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ചൂടുവെള്ളത്തിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന കോഫി പൗഡർ. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇതും അളന്ന് വെച്ചാണ് 2 വലിയ സ്പൂൺ. പിന്നെന്താ, സാധാരണഗതിയിൽ നമ്മൾ ജലറ്റിൻ ഒന്നുകിൽ ഡബിൾ ബോയിൽ ചെയ്ത് കുതിർക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ചൂടുള്ള ഒരു ഏതെങ്കിലും ഒരു മാധ്യമം, പിന്നെ എന്താ പറയുക, ഇപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കിയ കസ്റ്റേർഡിലേക്ക് ഇട്ട് അലിയിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത്, തണുത്ത വെള്ളത്തിൽ. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെ ജലറ്റിനെ ഉപയോഗപ്പെടുത്താമെന്നാണ് കാണുന്നത്. ഇതും 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ. 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ. കുതിർക്കുന്നില്ല, ഒന്നുമില്ല, നേരെ നമ്മൾ പൊടിച്ച പഞ്ചസാര, ജലറ്റിൻ, കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഈ 3 കാര്യങ്ങളും കൂടി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിശ്രിതം, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മിശ്രിതമാക്കി വയ്ക്കുക. പൊടികൾ, ഈ 3 പൊടികളും കൂടി ഒന്നിച്ചാക്കി. കണ്ടല്ലോ എന്തൊക്കെയാണിത്? 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെന്താ 2 ടേബിൾ സ്പൂൺ ജലറ്റിനും 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് 2 സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് കസ്റ്റേർഡിന് വേണ്ട കൂട്ട്. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാം. 3 കപ്പ് പാലും 4 മുട്ടയുടെ മഞ്ഞയും. മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തു, അത് പാലിൻ്റെ കൂടെ യോജിപ്പിച്ചു, 3 കപ്പ് പാലിൻ്റെ കൂടെ, എന്നിട്ടൊന്ന് അരിച്ചെടുത്തു. ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കസ്റ്റേർഡിൽ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കണം, ഒന്ന് തിള വരണം, എന്നിട്ട് ഇതൊന്ന് കുറുകുന്ന പോലെ ആകും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ഒന്ന് തിളച്ചു. ഇതേ നോക്കൂ, ഇതിങ്ങനെ കുറുകിയ പോലെ ആയില്ല. അത് കുറുകുക എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിട്ട് കുറുകല്ല, ഒരുപാട് അങ്ങോട്ട് കുറുകില്ല. പക്ഷേ തടിത്തവി കൊണ്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഒരു തിളക്കത്തോടു കൂടിയുള്ളൊരു ടെക്സ്ചറായിട്ട് മാറും. ഇനി എന്താ ചെയ്യേണ്ടത്? തീ ഓഫ് ചെയ്യാം. അതിന് മുന്നേ, തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാണിത്? ഇത് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ജലറ്റിനും 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിക്കണം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് അലിയാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, ആ ചൂടായിട്ടുള്ള ഒരു മാധ്യമത്തിലേക്ക് നമ്മളത് ഇടുമ്പോൾ തന്നെ അത് അലിയും. പിന്നെ ഇതുപോലെ ജലറ്റിൻ നമ്മൾ കുതിർത്തിട്ടല്ലല്ലോ ചേർത്തിരിക്കുന്നത്, എങ്കിലും ഈ ചൂടിൽ കിടന്ന് ജലറ്റിനും ഒന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കി ആ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അലിയിക്കുക. ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കോഫി മിശ്രിതം, പുഡിങ്ങിൻ്റെ മിശ്രിതം നന്നായിട്ട് തണുത്തു. ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഇതെല്ലാം നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ജലറ്റിൻ നമ്മൾ പ്രത്യേകം കുതിർത്ത് ചേർത്തില്ല, ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ച് ചേർത്തില്ല, ഡയറക്റ്റായിട്ട് ഇട്ടു. അതുപോലെ വിപ്പിംഗ് ക്രീം സാധാരണ നമ്മൾ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി അല്ല പതച്ചെടുത്തിട്ടല്ലേ ചേർക്കുന്നത്. ഇത് അവിടെ അങ്ങനെയും ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീം കറക്റ്റ് 1.5 കപ്പ് മെഷർ ചെയ്ത് 1.25 മുതൽ 1.5 കപ്പ് ആവാം, 1.25 ആയാലും മതി. എടുത്തിട്ട് അത് നേരെ ഇതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മളിനി ബീറ്റ് ചെയ്യാൻ പോവാണ്. വിപ്പിംഗ് ക്രീമിനെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ കൂടെ ഇട്ട്, കോഫി കസ്റ്റേർഡിലിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. സൂഫ്ലേ ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഫി സൂഫ്ലേ നല്ലതായിട്ട് ഫ്ലഫി ആൻഡ് എന്താ പറയുക, നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ലെവലിലേക്ക് ആയി, നല്ല കുറുകി നല്ല തിക്കായിട്ട് ഇങ്ങനെ ക്രീമി ആയിട്ട് ഇരിക്കുവാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു കാര്യം, എഗ് വൈറ്റ്, 4 മുട്ടയുടെ മഞ്ഞ നമ്മളെടുത്ത് ചേർത്തിരുന്നു കസ്റ്റേർഡിൽ. അതിൻ്റെ വെള്ളയില്ലേ, ആ 4 മുട്ടയുടെ ആ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഫോൾഡിങ് ചെയ്യാം. അപ്പോൾ 4 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എഗ് വൈറ്റ് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം പതപ്പിക്കുമ്പോൾ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ പാത്രത്തിന് ഒരല്പം ചൂടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, പെട്ടെന്ന് പതഞ്ഞ് കിട്ടും. നന്നായിട്ട് പതപ്പിക്കും. നന്നായിട്ട്
പതഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അതായത് ഇങ്ങനെ ഫോമിയായി സൂപ്പ് പതമാതിരി പതച്ചു. ഇപ്പോൾ പാത്രം ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീഴരുത്, അതാണ് പാകം. താഴേക്ക് മറിയരുത്. ഇനി ഇത് നമ്മളിതിലേക്ക് ഫോൾഡിൻ ചെയ്യാം. ഫോൾഡിൻ മീൻസ് വളരെ സാവധാനം യോജിപ്പിക്കണം. ആദ്യം ഒരു അല്പം എടുത്ത് യോജിപ്പിക്കുക, അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ടെക്സ്ചർ ശരിയാകും. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർക്കുക. ആദ്യം ഒന്ന് ലൂസൺ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരല്പം ചേർക്കുന്നു എഗ് വൈറ്റ്. ഈ എഗ് വൈറ്റും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സൂഫ്ലയുടെ ടെക്സ്ചർ കുറച്ചുകൂടി നന്നാകും. ബാക്കിയും കൂടി സാവധാനം യോജിപ്പിക്കും. കംപ്ലീറ്റ് എഗ് വൈറ്റും ഇതിനകത്തേക്ക് മുട്ടയുടെ വെള്ളയും നമ്മൾ യോജിപ്പിക്കാൻ പോകും. ഇനി ഇത് കോഫി ഫ്ലേവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ്, ഇത് കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലയാണ്. അപ്പോൾ ഇനി ചോക്ലേറ്റ് ചിപ്സ് ഇതൊരു 1.5 കപ്പോളം ഉണ്ട്. ആവശ്യാനുസരണം ഇതിലേക്ക് ചേർക്കുക. കഴിക്കുന്ന സമയത്ത് ആവശ്യം പോലെ ചോക്ലേറ്റിൻ്റെ ചിപ്പ് കടിക്കാൻ പറ്റും. അങ്ങനെ കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി പുഡിംഗ് ഡിഷിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു. ഈ ക്വാണ്ടിറ്റിയിൽ നിന്നും ഒരു ട്രേ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ ട്രേയും കൂടി നമുക്ക് നിറയ്ക്കാനുണ്ടാവും. പിന്നെ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് അലങ്കരിച്ചാലും മതി, പെട്ടെന്ന് തന്നെ സെറ്റാകും. ഫ്രീസറിൽ വെച്ചാൽ ഉടൻ ആകും, താഴത്തെ തട്ടിൽ വെച്ചാലും ആകും. ഇതിപ്പോൾ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്, വളരെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തതല്ല, അല്ലാണ്ട് ചെയ്ത്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. ഫ്രീസറിലാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് സമയമാകുമ്പോൾ തന്നെ ഇത് സെറ്റാകും. എന്നിട്ടെടുത്ത് താഴത്തെ തട്ടിലേക്ക് വെച്ചാൽ മതി, തിരക്കുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് 1-1.5 മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും. എന്തായാലും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും. അങ്ങനെ നമ്മളുടെ കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്സ് സൂഫ്ലെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ ഫ്രീസറിൽ പെട്ടെന്ന് ഒന്ന് സെറ്റാകാൻ ഫ്രീസറിൽ വെച്ചൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കഴിഞ്ഞു. ഇത് തല കുത്തനെ പറഞ്ഞാലും പോകത്തില്ല. ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ച് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കൊണ്ടാണ് ഞാൻ അലങ്കരിച്ചിരിക്കുന്നത്. ധാരാളമായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടു, കേൾസായിട്ടോ ചോക്ലേറ്റ് കേൾസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോക്ലേറ്റ് കൊണ്ട് തന്നെ അലങ്കരിക്കാൻ കഴിയും. ഇതൊരു മോച്ച സ്റ്റൈലാകും. ചോക്ലേറ്റ് ആൻഡ് കോഫി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലെ. ചേരുവകൾ: പശുവിൻ പാൽ 3 കപ്പ്, പൊടിച്ച പഞ്ചസാര 1.25 കപ്പ്, മുട്ട 4 എണ്ണം രണ്ടായി വേർതിരിച്ചത്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടേബിൾ സ്പൂൺ, ജലറ്റിൻ 2 ടേബിൾ സ്പൂൺ, വിപ്പിംഗ് ക്രീം 1.5 കപ്പ്, ചോക്ലേറ്റ് ചിപ്സ് 1.5 കപ്പ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/2 കപ്പ്. ഇനി പാകം ചെയ്യുന്ന രീതി: 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ പൗഡറും ഒന്നിച്ചാക്കി വയ്ക്കുക. മറ്റൊരു പാത്രത്തിൽ 4 മുട്ടയുടെ മഞ്ഞ ചെറുതായി ഒന്ന് അടിച്ചതിൽ 3 കപ്പ് പാൽ ചേർത്ത് യോജിപ്പിച്ച് അരിച്ചെടുത്ത് അടുപ്പിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കുറുക്കുക. ഈ ചൂട് കസ്റ്റർഡിലേക്ക് യോജിപ്പിച്ച് വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് അടുപ്പിൽ നിന്നും മാറ്റിയ ശേഷം നന്നായി ഇളക്കി അലിയിക്കുക. ഈ കൂട്ട് നന്നായി തണുത്ത ശേഷം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് അടിച്ചു പതപ്പിക്കുക. ഇതിലേക്ക് 4 മുട്ടയുടെ വെള്ള നന്നായി അടിച്ചു പതപ്പിച്ചതും ചേർത്ത് സാവധാനം യോജിപ്പിക്കുക. അവസാനമായി 1.5 കപ്പ് ചോക്കോ ചിപ്സും ചേർത്ത് യോജിപ്പിച്ച് ഒരു പുഡിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുക. നന്നായി സെറ്റായ ഈ സൂഫ്ലയുടെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് തൂവി അലങ്കരിച്ച് വിളമ്പുക. കോഫി ആൻഡ് ചോക്ലേറ്റ് ചിപ്പ് സൂഫ്ലെ റെഡി.